വരിപ്പുറത്ത് പോയിട്ട് അങ്ങനെ കിട്ടിയ ബസ്സും പിടിച്ച് നമ്മൾ നേരെ തോലുഴത്തോട്ട് വിട്ട്. നമ്മൾ ഏറെക്കുറെ അവളുടെ വീട് എത്താറായിരിക്കുന്നു. നടന്ന് 1.5 കിലോമീറ്ററുകൾക്ക് ശേഷം നമ്മൾ തോലുഴത്തിന്റെ വീട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അവളുടെ കുട്ടപ്പൻ, ഇതാണ് അവളുടെ ഷുട്ടുമണി. ചെന്ന് കയറിയ പ്ലേറ്റും ചോറും എടുത്ത് നമ്മളൊരു മൂലയ്ക്ക് ഇരിപ്പായി. അങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. ഒരുക്കത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി കുറച്ച് മ്യൂസിക് ആയാലോ. അല്ലേ നമ്മുടെ തോലിടും. എനിക്കിതൊന്നും കാണാൻ വയ്യായേ. ഇവിടുന്ന് പോവാ. നമുക്ക് മുന്നേ വീട്ടുകാരി ഇറങ്ങി വഴി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കിട്ടിയൊരു ഓട്ടയും പിടിച്ച് നേരെ അമ്പലത്തിലോട്ട് വിട്ട്. അമ്പലത്തിൽ ചെന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കെട്ടുകാഴ്ചയുടെ കാളയും തേരുമൊക്കെ ഇരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൂക്കം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് നടന്ന് കണ്ടു. പിന്നെ നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീമും വാങ്ങിച്ച് അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു, അതും കഴിച്ച് തീർത്തു. അങ്ങനെ പിന്നെ നമ്മൾ അതിലെ കൂടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നപ്പോഴാണ് ഈ ചുണ്ടുമണികൾ നമ്മുടെ കണ്ണിൽ പെട്ടത്. പിന്നെ ഒന്നും നോക്കില്ല, അതിലൊരു മഞ്ഞ ചുണ്ടുമണിയെ ഞാനും എടുത്തു, പിങ്ക് ഒരെണ്ണം സായിമോനും എടുത്തു. പിന്നെ അതിലെ കൂടെ കറങ്ങിയപ്പോഴാണ് ഈ സാധനം നമ്മുടെ കണ്ണിൽ പെട്ടത്. അങ്ങനെ അമ്പലം ഫുള്ള് ചുറ്റിക്കറങ്ങി നടന്ന ക്ഷീണത്തിൽ ഇനി നമുക്ക് ഓരോ കുലുക്കി സർബത്ത് കുടിക്കാം. അങ്ങനെ കുലുക്കി സർബത്ത് കുടിക്കാൻ നമ്മൾ വന്ന് പെട്ടത് കുളിരാവാൻ ഒരു കുലുക്കി ഹബിലായിരുന്നു. അങ്ങനെ കുലുക്കിനൊടുവിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ പിസ്ത കുലുക്കി നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ തോലിയുടെ സിദ്ധാർത്ഥവും അവന്റെ അനിയനും. അപ്പൊ ഇന്നത്തെ ഗൈസ് ടാറ്റ ബൈ ബൈ.